കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ പുരോഗമിക്കുന്ന നവീകരണ ജോലികളുടെ ഭാഗമായി പാതയോരത്ത് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. രാവിലെ ചാക്കോച്ചി വളവിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. NH അധികൃതർ അടിയന്തരമായി പരിശോധന നടത്തി കട്ടിംഗ് സൈഡിൽ അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ പുരോഗമിക്കുന്ന നവീകരണ ജോലികളുടെ ഭാഗമായി പാതയോരത്ത് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. 10 മുതൽ 12 മീറ്റർ വരെ വീതിയിലാണ് നേര്യമംഗലം വനമേഖലയിൽ നവീകരണ ജോലികൾ നടന്നുവരുന്നത്. എന്നാൽ പലയിടങ്ങളിലും പാതയുടെ കട്ടിംഗ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ കൂട്ടാക്കാതെയുള്ള പണികളാണ് നടന്നുവരുന്നതെന്നാണ് പരാതി. നേര്യമംഗലം ചാക്കോച്ചി വളവിൽ ഇന്ന് രാവിലെയും റോഡിലേക്ക് മരം കടപുഴകി വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടതായും ഹൈവേ ജാഗ്രതാ സമിതി ചെയർമാൻ എൽദോസ് വാളറ പറഞ്ഞു. തലനാരിഴയ്ക്കാണ് ജീവഹാനി പോലുള്ള അപകടം ഒഴിവായത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം മുതലുള്ള വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റിട്ടേണിംഗ് വാൾ അടിക്കുന്നതിന് വേണ്ടി സൈഡ് മണ്ണ് മാറ്റി വാൾ നിർമ്മിച്ച് പല സ്ഥലങ്ങളും ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ചേർന്ന് അനേകം മരങ്ങൾ ഇപ്പോഴും നിൽപ്പുണ്ട്. വേരെല്ലാം കട്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇന്ന് രാവിലെയും ചാക്കോച്ചി വളവിൽ, നേര്യമംഗലത്തിനടുത്ത ചാക്കോച്ചി വളവിൽ ഒരു വലിയ മരം കടപുഴകി വീണ് ഗതാഗതം 1 മണിക്കൂറിലധികം സമയം ബ്ലോക്കായി. അത് ആർക്കുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് അതൊരു വാഹനത്തിന് മുകളിലോ മറ്റോ ഒന്നും വീഴാണ്ടിരുന്നത്. അതൊരു എത്രയും പെട്ടെന്ന് ഈ റോഡിന് റിട്ടേൺ വാളിൻ്റെ സൈഡിലേക്കാണ് ആ മരങ്ങളെല്ലാം വെട്ടിമാറ്റി. മഴക്കാലം അടുത്തു വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് അത് ഗതാഗത സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ കരാറുകാർ അത് ഏറ്റെടുത്ത് നടത്തണം. നമ്മുടെയൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ഇന്ന് ചാടിയ മരം ഒരു വാഹനത്തിന് മുകളിൽ നിന്ന് ചാടാഞ്ഞ വൻ അപകടമാണ് ഒഴിവായത്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. രാവിലെ നല്ല തിരക്കുള്ള സമയമായിരുന്നു. അവധി ആയതുകൊണ്ട് അനേകം ടൂറിസ്റ്റുകൾ കയറി വന്ന സമയമാണ്. അപ്പോൾ ഇനിയും മഴക്കാലം പിടിക്കുന്നതിന് മുമ്പ് മുൻകരുതലെന്ന രീതിയിൽ ഈ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ഹൈവേ ജാഗ്രതാ സമിതിക്ക് പറയാനുള്ളത്. കാലവർഷം ആരംഭിക്കുന്നതോടെ ഇത്തരം മരങ്ങൾ കടപുഴകി പാതയിലേക്ക് പതിക്കുന്ന സാഹചര്യം പതിവാകും. നവീകരണ ജോലികളുടെ ഭാഗമായി പാതയിലെ വശങ്ങളുടെ മണ്ണെടുക്കുന്നതോടെ പല മരങ്ങളും കട്ടിങ്ങിൽ നിൽക്കുന്ന സ്ഥിതിയാണ്. ഇവ എപ്പോൾ വേണമെങ്കിലും പാതയിലേക്ക് പതിച്ച് അപകടം സംഭവിക്കാം. ഇത് സംബന്ധിച്ച് NH അധികൃതർ അടിയന്തരമായി പരിശോധന നടത്തി അപകടാവസ്ഥയിലുള്ള മരങ്ങൾ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പായി മുറിച്ചു നീക്കണമെന്ന് ഹൈവേ ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം പാതയോരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ നിർമ്മാണ ജോലികളുടെ ഭാഗമായി പിഴുതെടുത്ത് മണ്ണിനടിയിൽ തള്ളിമൂടുകയാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഇവ പിഴുതെടുത്ത് ലേലം ചെയ്ത് വിൽക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.